രവി മോഹൻ എനിക്കെല്ലാമാണ്. മാനസിക പ്രയാസങ്ങളിൽ സഹായം തേടിയാണ് അദ്ദേഹം എന്നെ സമീപിക്കുന്നത്. കെനീഷ ഫ്രാൻസിസ്. അഭ്യൂഹങ്ങളും വിവാദങ്ങളും പരിഹാസങ്ങളും രവി മോഹനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലായപ്പോഴാണ് നിശബ്ദമായിരിക്കാമെന്ന് തീരുമാനിച്ചത്. മലയാളികൾക്ക് സുപരിചിതയാണ് ഗായിക കെനീഷ ഫ്രാൻസിസിനെ. നടൻ രവി മോഹൻ്റെ വിവാഹമോചനം വിവാദമായപ്പോൾ നടനൊപ്പം തന്നെ സൈബർ ബുള്ളിയിങ്ങും പരിഹാസവും കെനീഷയും ഏറ്റുവാങ്ങിയിരുന്നു. രവി മോഹനുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചുവെന്ന് അറിയിച്ച കെനീഷ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. രവി മോഹൻ്റെ കൂട്ടുകാരി എന്ന മേൽവിലാസമാണ് തനിക്ക് ഇപ്പോഴെന്നും അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുത്തുവെന്നും കെനീഷ പറയുന്നു. രവി മോഹൻ എനിക്കെല്ലാമാണ്, എന്നാൽ എൻ്റെ ആരുമല്ല എന്നാണ് കെനീഷ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. പാട്ടുകാരി, ബിസിനസ് ഉടമ, സ്പിരിച്വൽ ഹീലർ എന്നീ വ്യക്തിത്വങ്ങളിൽ അറിയപ്പെടുന്ന ആളാണ് ഞാൻ. നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പലരും നൽകിയ മേൽവിലാസം രവി മോഹൻ്റെ സുഹൃത്ത് എന്നാണ്. നിരവധി സെലിബ്രിറ്റി സുഹൃത്തുക്കളുണ്ട്, അവരെ നിങ്ങൾക്കറിയില്ല എന്നേയുള്ളൂ. രവി മോഹൻ എനിക്കെല്ലാമാണ്, എന്നാൽ എൻ്റെ ആരുമല്ല താനും. ഒരു ഓഡിയോ ലോഞ്ചിനിടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. പിന്നീട് മാനസിക പ്രയാസങ്ങളിൽ പ്രൊഫഷണൽ സഹായം തേടി എന്നെ സമീപിച്ചു. അത് സൗഹൃദമായി വളർന്നു. അഭ്യൂഹങ്ങളും വിവാദങ്ങളും പരിഹാസങ്ങളും രവി മോഹനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലായപ്പോഴാണ് നിശബ്ദമായിരിക്കാമെന്ന് തീരുമാനിച്ചത്. ഒന്നിച്ച് ഒരു വെൽനസ് ഫീലിംഗ് സെൻറ്റർ തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. എ ബോൺ ഇൻ ലൈറ്റ്, ഐ ലിവ് ഇൻ ലൈറ്റ്, ഐ ഗിവ് എ ലൈറ്റ്. ഇതിൽ ഏത് സ്പിരിറ്റ് വന്നാലും അവരെന്നെ പ്രണയിക്കുകയുള്ളൂ. ഈ അടുത്താണ് സമൂഹ മാധ്യമങ്ങൾ വ്യക്തിഹത്യ നടത്തുന്ന ഇടമായി മാറിയത്. മുൻവിധികളോടെ സമീപിക്കുന്ന കൂട്ടത്തിനിടയിൽ നിൽക്കാൻ എനിക്ക് പ്രയാസമാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുത്തു. പക്ഷേ തിരിച്ചു വരും എന്ന് പുതിയ പാട്ടുമായി എന്ന് കെനീഷ പറഞ്ഞു. മലയാള സിനിമയിലേക്ക് അരങ്ങേറാൻ ഒരുങ്ങുകയാണ് ഈ ഗായിക. വിഷ്ണു വിജയ് സംഗീത സംവിധാനം ചെയ്യുന്ന മഡ് ഹൗസ് എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് കെനീഷയുടെ തുടക്കം. സ്റ്റേജ് ഇവൻറ്റുകളിൽ മലയാളം പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും റെക്കോർഡിങ്ങിന് എത്തിയപ്പോൾ വട്ടം ചുറ്റിപ്പോയി. ഉച്ചാരണം ശരിയാക്കാൻ തന്നെ മണിക്കൂറുകൾ വേണ്ടി വന്നു. എങ്കിൽ ഒരു കാര്യം ഉറപ്പ് പറയാം, ഈ പാട്ട് കേട്ടാൽ വർഷങ്ങളായി മലയാളം അറിയുന്ന ഒരാൾ പാടിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുമെന്നും കെനീഷ കൂട്ടിച്ചേർത്തു. അപ്പോൾ കെനീഷയെ രവി മോഹനെ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ കാണും. കൂട്ടത്തിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.